ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ പ്ലാനിങ് തയ്യാറാക്കിയിട്ടുണ്ട്, പല ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട്, പലതിനു വേണ്ടിയിട്ടും ഞാൻ പല രീതിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച റിസൾട്ട് ലഭിക്കുന്നില്ല. അത് നിങ്ങൾ വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുമെന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചതാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ. സംടൈം ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇത് നമ്മൾ വിചാരിക്കും, നമ്മൾ പ്ലാൻ ചെയ്യുന്ന നമ്മുടെ സ്ട്രാറ്റജി ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓക്കെ, ഞാൻ ഒരു 2-3 ആൾക്കാരെ പോയി മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇനി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുമെന്ന് നമ്മളങ്ങ് വിചാരിക്കും. പക്ഷേ അത് സമയമെടുക്കും. വാല്യുബിൾ ആയിട്ടുള്ള സ്വപ്നങ്ങൾക്ക് സമയമെടുക്കും. കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്ക് നല്ല സൗഭാഗ്യങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നെവർ എവർ ഗിവ് അപ്പ്. ഒരിക്കലും പിന്തിരിയരുത്. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്. റിസൾട്ട്സ് ആർ ഗ്രോയിങ്. ഡു വൺ മോർ വട്ട് എവർ യു ഹാവ് ഡൺ. അതായത് ഒന്നുകൂടെ ചെയ്യാൻ തയ്യാറാവുക. ഒന്നുകൂടെ ഇത്രയല്ല നിനക്ക് ചെയ്യാൻ കഴിയുക. ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യം എന്താ വെച്ചാൽ, ഈ കോൺസെപ്റ്റ് ഷാഫി നിനക്ക് ഇത്രയേ കഴിയുള്ളൂ. എപ്പോഴും നിങ്ങളോട് പറയുക ദിസ് ഈസ് നോട്ട് ഇനഫ്. കൂടുതൽ ഒരു നെക്സ്റ്റ് ലെവൽ എത്ര നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, എത്ര നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടോ, അതിനേക്കാട്ടിലും മികച്ച രീതിയിൽ ഒരു സ്റ്റെപ്പ് കൂടെ, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് കൂടെ, 3 സ്റ്റെപ്പ് കൂടെ നമുക്ക് വീണ്ടും അച്ചീവ് ചെയ്യാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസാണ്. ഓക്കെ, നിങ്ങളുടെ ചിന്ത എവിടെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ചിന്തയിൽ 36,000 മുതൽ 60,000 ചിന്തകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു ദിവസം ശാസ്ത്രം പറയുന്നത് അതിൻ്റെ 80% ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിലാണോ, അതല്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലാണോ? നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ കാര്യം വരുന്ന സമയത്ത് ആ റിസൾട്ട് ഏറ്റവും മികച്ച രീതിയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ആദ്യം അത് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം ഓരോ ദിവസത്തെയും ചിന്തയിലെ 80% ചിന്തകളും ആ ഒരു ലക്ഷ്യത്തിലൂടെ മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു 7 വർഷം പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തിയും ഒരു ജീനിയസ് ആയിട്ട് മാറും. വിധി വരുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന്, സ്വഭാവം വരുന്നത് നിങ്ങളുടെ ശീലത്തിൽ നിന്ന്, നിങ്ങളുടെ ശീലം വരുന്നത് നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന്, നിങ്ങളുടെ പ്രവർത്തികൾ വരുന്നത് നിങ്ങളുടെ സംസാരങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സംസാരങ്ങൾ വരുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്ന്. സോ ചിന്തയിൽ നിന്നാണ് തുടക്കം. ചിന്ത എവിടെയാണ്? നിങ്ങളുടെ ഫോക്കസ് ചിന്തക്ക് അത്രയ്ക്കും പ്രധാനമുണ്ട് എന്ന് വിചാരിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നടക്കൂ. ഇരുന്ന് പണിയെടുക്കാൻ കഴിയണം, ഇരുന്ന് വർക്ക് ചെയ്യാൻ കഴിയണം. ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. പല കാര്യങ്ങളും വർക്ക് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവും. വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ മുഴുവൻ സ്റ്റോപ്പ് ചെയ്യുക. വർക്ക് ചെയ്ത കാര്യങ്ങൾ വീണ്ടും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ റിസൾട്ട് ലഭിക്കുന്നതിൽ അതിൽ 100% റിസൾട്ടിൽ 80% വരുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ 100%-ൻ്റെ 20%-ൽ നിന്നാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ 20%-ൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടിൻ്റെ 80% വരുന്നത്. എങ്ങനെ ജോലി ചെയ്യുന്നത്? സ്മാർട്ട് വർക്കാണ് വേണ്ടത്, ഹാർഡ് വർക്കല്ല വേണ്ടത്, സിൻസിയർ വർക്കാണ് വേണ്ടത്. സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ലക്ഷ്യത്തിലോട്ട് വർക്ക് ചെയ്യുക. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആത്മാർത്ഥമായിട്ടുള്ള വർക്കിനെയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കഠിനമായിട്ടുള്ള പ്രയാസമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യലല്ല ഹാർഡ് വർക്ക്. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യലാണ് ഹാർഡ് വർക്ക്. സോ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ വർക്ക് ചെയ്യുക. അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? അതിലോട്ട് വേണ്ടത് സ്മാർട്ട് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യണം. സ്മാർട്ട് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള വർക്കാണ് എന്ത്? ഹാർഡ് വർക്ക്. സോ ഇത് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റിക്ക് ഒരു നിലവാരം നിശ്ചയിക്കണം, ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കണം, ഒരു ക്രൈറ്റീരിയ നിശ്ചയിക്കണം. ആ ക്രൈറ്റീരിയ, ഒരു ക്വാളിറ്റി ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ട് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ എൻ്റെ വർക്ക് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ സത്യസന്ധമായിട്ട് അതിനോടൊരു നീതി പുലർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനൊരു മാർക്ക് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ വർക്ക് മറ്റുള്ളവർ കാണുന്നതല്ല പ്രധാനം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇയാൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഡോണ്ട് വെയിറ്റ് ഫോർ സംവൺ എൽസ് ടു കം ആൻഡ് ഡിമാൻഡ് ഫ്രം യു. മറ്റുള്ളവർ, സാധാരണ വ്യക്തികൾ, പരാജയപ്പെടുന്ന വ്യക്തികൾ, ആവറേജ് ലൈഫ് നയിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഡോണ്ട് വെയിറ്റ് ഫോർ ദം. ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് യുവർ ഓൺ ലൈഫ്, if you want to create your own dream life. മത്സരം നടക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഇന്നലെയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നലകളിലെ നിങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മത്സരിക്കണം. ഇന്നലെ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളെക്കാട്ടിലും ഇന്ന് നിങ്ങൾ ഉഷാറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ചെയ്തതിനെക്കാട്ടിലും ഉഷാറായിട്ട് നാളെ ഞാൻ ചെയ്യും. റിസൾട്ട്സ് നിങ്ങൾ കാണുന്നില്ല, കാരണം നിങ്ങൾ നോക്കുന്നില്ല. ചില ചെറിയ കാര്യങ്ങളിലായിരിക്കും മാറ്റം. പക്ഷേ ഈ ചെറിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വൻ വിജയങ്ങൾ നേടാൻ ആവശ്യമായിട്ടുള്ള അർഹതയുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്. അർഹതയുള്ള വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ ഈ പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകണം. ആ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കതെന്ത് ചെയ്യും? അതൊരു ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. ആ ഓരോ പ്രയാസമേറിയിട്ടുള്ള നിമിഷങ്ങളും, ഓരോ പരാജയങ്ങളും, ഓരോ തടസ്സങ്ങളും, ഓരോ ബുദ്ധിമുട്ടുകളും എൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ആ ലക്ഷ്യം സ്വീകരിക്കാൻ അർഹതയുള്ള, ക്വാളിറ്റിയുള്ള,
സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തിയാക്കിയിട്ട് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഹാർഡ്ഷിപ്പ്, ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ സംഭവിക്കും ലൈഫ്. കാരണം നമ്മളെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഇമോഷൻസ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും, മോശം സിറ്റുവേഷൻസ് ഉണ്ടാവും, ബാഡ് ഡേയ്സ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാനും വീണ്ടും ഒന്നിനൊന്നും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. വി നീഡ് ടു ഡിമാൻഡ് മോർ ഫ്രം അവർ സെൽഫ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ വിജയം എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുക എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഈസി. ദർ ഈസ് നോ സീക്രട്ട് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, അതിന് സീക്രട്ട് ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാൻ തയ്യാറായിക്കോ. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് മാസീവ്. അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിരന്തരം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവുക. എന്തൊക്കെ ചെയ്താലാണോ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുക അത് മുഴുവൻ അങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിരന്തരം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് സമർപ്പിക്കുക, എന്നിട്ട് അങ്ങ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. നിങ്ങളുടെ മനസ്സിനുള്ളിൽ പല തവണകൾ ഇത് പറയണം, പല രീതിയിൽ പല തവണകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണം, ഐ വാണ്ട് ദിസ് ആൻഡ് ഐ എം ഗോണ മേക്ക് ഇറ്റ് ഹാപ്പൻ. ഞാൻ വിശ്വസിക്കുന്നത് എന്താണോ അതെനിക്ക് നേടിയെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. വൺ ഡേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട്, ആ ഒരു തലത്തിലോട്ട് നിങ്ങൾ എത്തിച്ചു. നോക്കാം, ഓൾവേസ് ബിലീവ് ഇൻ യുവർസെൽഫ്. വിശ്വസിക്കുക, മുന്നോട്ട് പോകുക. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇതേ സ്വപ്നം നേടിയെടുത്തുള്ള പലരെയും കാണുമ്പോൾ ഞാനും ഒരുപാട് പരിശ്രമിച്ചതായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ പരിശ്രമിച്ച് മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ വരും. ഡോണ്ട് ഡു ഇറ്റ്, ഡോണ്ട് ക്വിറ്റ്.